നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രായേലിലേക്ക് തന്നെയാണ്. ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ നിലപാടുകൾ എടുത്തിട്ടുള്ള രാജ്യങ്ങളാണ്. എന്നാൽ അവർ തന്നെ പിന്നിലൂടെ ഇസ്രായേലുമായിട്ട് സഹകരണത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ തന്നെയുള്ള ഏകദേശം 6ഓളം രാജ്യങ്ങൾ ഈ ഒരു 3 വർഷത്തിനിടയിൽ തന്നെ ഇസ്രായേലുമായി കോർപ്പറേഷൻ, അതായത് സെക്യൂരിറ്റി കോർപ്പറേഷൻ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഇസ്രായേലി സൈന്യവും അതുപോലെ തന്നെ ഈ അറബ് ഉദ്യോഗസ്ഥരുമായിട്ട് യോഗങ്ങൾ നടത്തിയിരുന്നു, അതുപോലെ തന്നെ സൈനിക പരിശീലനവും നടത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയുടെ ഒരു നിയന്ത്രണത്തിലാണ് ഈ യോഗങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഒരു വശത്ത് ഈ യോഗങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ മറുവശത്ത് ഇതേ ആൾക്കാർ തന്നെ ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതും നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ബഹ്റൈൻ, UAE, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളുടെ പേരുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ വാർത്ത സംബന്ധിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചുരുക്കം ചില അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ഇവർ ചർച്ച ചെയ്തത് അത് ഇറാനും അതുപോലെ തന്നെ ഇറാനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതുമെല്ലാമാണ്. അതുപോലെ തന്നെ പ്രാദേശിക ഭീഷണികൾ അവ എങ്ങനെ നേരിടാം, തുരങ്കങ്ങളിലൂടെ എങ്ങനെ ആയുധക്കടത്ത് അത് തടയാം തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇത്തരം യോഗങ്ങളിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രായേലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വിശ്വാസം അത് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം, മുൻപ് കാലത്ത് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെ വിമർശിച്ചു പോന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സുരക്ഷാ രംഗത്തും അല്ലാതെയും തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നുണ്ട്. മേഖലയിൽ ഇറാന്റെ ശക്തി വർദ്ധിച്ചതും അതുപോലെ തന്നെ ഇറാന്റെ ആണവ പദ്ധതികളും ഈ 2 കൂട്ടരെയും ഒന്നിപ്പിച്ചു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പല അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി സഹകരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ അത് തുറന്ന് സമ്മതിക്കാറില്ല. ചില രാജ്യങ്ങൾ അവരുടെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധം ഭയന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്രായേലുമായി യാതൊരു ബന്ധമില്ല എന്ന രീതിയിൽ പ്രതികരിക്കാറുണ്ട്. അതായത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തന്നെ അവർ നിഷേധിക്കാറുണ്ട്. ഇത്തരം രാജ്യങ്ങൾ പബ്ലിക്കായി നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ പുറകിലൂടെ സഹകരിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഒരു റിപ്പോർട്ട് വരുന്ന ഈ ഒരു സമയം നമുക്ക് നോക്കാം. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതായത് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയം, അതായത് ഇസ്രായേലിന് ഏറ്റവും അധികം ആശങ്കയേറി നിൽക്കുന്ന ഒരു സമയം, ഇസ്രായേൽ സീസ് ഫയർ അംഗീകരിക്കേണ്ടി വന്നൊരു സമയം. ഈ സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഈ സമയത്ത് ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തു വരാനായിട്ടുള്ള കാരണം? അതിനുള്ള കാരണം അതെന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നിരവധി മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ നിന്ന് തന്നെയാണ്. ഗസയിൽ ഇപ്പോൾ ഹമാസ് 7 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. റെഡ് ക്രോസിനാണ് ഈ ബന്ദികളെ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ജയിലുകളിൽ നിന്ന് ഏകദേശം 2000ഓളം പാലസ്തീനികളുമാണ് ഇപ്പോൾ മോചനത്തിനായിട്ട് കാത്തു നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസ് 7 ബന്ദികളെ മോചിപ്പിച്ചത്. ഇനി ഏകദേശം 13ഓളം ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക, ഈജിപ്ത് അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ഇസ്രായേലി സർക്കാർ ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നൊരു കാര്യം, മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേലി സർക്കാർ പറയുന്നത്. ഇതുപോലെ തന്നെ ബന്ദി കൈമാറ്റം പരസ്പരം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വളരെ വലിയ രീതിയിലുള്ള തടവുകാരുടെ കൈമാറ്റം പരസ്പരം നടന്നേക്കാം.